അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മീൻ കറിയാണ് നമ്മളെ ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുന്നത്. പക്ഷെ ചെന്ന് നമ്മൾ നല്ല സ്പെഷ്യലായിട്ടൊരു മീൻ, നമ്മളിന്ന് പച്ച സ്രാവാണ്, ഒരു പാകം വലിപ്പത്തിലുള്ള സ്രാവ്, അതാണ് ഇന്ന് കിട്ടിയത്. അതിനിപ്പോൾ ഇന്ന് കറി വയ്ക്കുന്നത്, ഇന്ന് വറക്കണില്ല. പിന്നെ കാബേജിൻ്റെ നമ്മളൊരു മെഴുക്ക് വരട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മുടെ യൂസഫ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മളൊരു ചെറിയ സ്രാവ്, പച്ച സ്രാവ്, അത്ര അധികം ഒന്നുമില്ല, ഏകദേശം 1/2 കിലോനും ഇല്ല, അതിൽ 1/2 കിലോനും താഴെയാണ്. അത് വാങ്ങി ക്ലീൻ ചെയ്ത് ഒക്കെ കൊണ്ടുവന്നതാണ്, അവിടെ തന്നെയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല കഷ്ണങ്ങൾ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ വഴറ്റിയിട്ട് മസാല ചേർത്തിട്ട് മസാലക്കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ അരച്ചിട്ട്. അപ്പം ഇനി നമ്മൾ ആദ്യം കറീൻ്റെ കാര്യം നോക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ മെഴുക്ക് വരട്ടി. ഒന്നിപ്പോൾ വറക്കലില്ല, വറക്കാൻ പറ്റിയ മീൻ കൂടിയാണിത്. പിന്നെ ഇത് നല്ല വലുതൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് പിന്നെ ചെറുത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ അധികം വിലയൊന്നുമില്ല ഈ ചെറുതിന്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിക്കുന്നത്, പച്ചസ്രാവ്. ചെറുതാണ്. ഇതിപ്പോൾ അവിടെ തന്നെയൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. ഉണ്ടോ, അത്യാവശ്യം നല്ല കഴമ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ചേരുവകളുണ്ട്. ഇവിടെ വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്. അപ്പം ഇനിയിപ്പോൾ ഇതൊന്നുണ്ട് ഒക്കെ ഒന്ന് അരിഞ്ഞ് അതാദ്യം ചെയ്യാം. മീൻ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഒക്കെ കഷ്ണമൊക്കെ ആക്കി കൊണ്ടുവന്നതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത്. ഇപ്പോൾ കറി വയ്ക്കാൻ അതുപോലെ വറക്കാൻ ബെസ്റ്റാണിത്. ഇപ്പോൾ അതിലേക്ക് തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഉള്ളി അതരിഞ്ഞത് ഇപ്പോൾ വഴറ്റി, എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട്. അങ്ങനെ മൺചട്ടിയിലല്ലല്ലോ, അപ്പോൾ എന്നാലും നമുക്ക് ഇങ്ങനെ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോന്ന് ചേർത്ത് അതങ്ങനെ ചെയ്യാം. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒക്കെ പാകത്തിനേ ഉള്ളൂ. പിന്നെ മീനും അതേ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് പാകത്തിന് പൊടികളൊക്കെ അത് മതി, എരിവും പാകത്തിന് മതി. ഇനിയിപ്പോൾ അതിലേക്ക് അമ്മ പുളി, നമ്മളെ സാധാരണ പുളി, അത് പിഴിഞ്ഞു പാരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് വെന്ത് വരുന്നുണ്ട്. അതായത് ഉള്ളിയൊക്കെ നമുക്കിതാ അരച്ചത് അതും കൂടി ചേർക്കാം. വെള്ളം ആവശ്യത്തിന് ഒക്കെ ഉണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ കഷ്ണം കൂടി, മീനിൻ്റെ കഷ്ണം കൂടി അത് ഇട്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഒക്കെ തിളച്ച് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇപ്പോൾ അതിലൊക്കെ നോക്കാം നമുക്ക്. കറിവേപ്പില ചേർക്കാം. അപ്പോൾ മീൻകറി അത് അവിടെ റെഡിയായി, നമുക്ക് വറവിടാനൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പം ഇന്ന് ഒരു കാബേജിൻ്റെ ഒരു കഷ്ണം, അതാണ് ഇപ്പോൾ എടുക്കുന്നത്. നമുക്കൊരു മെഴുക്ക് വരട്ടി തന്നെ.
കേബേജ് അതുപോലെ തേങ്ങ, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ചതച്ചിട്ടാലും രസമാണ്. ഇന്നിപ്പോൾ അങ്ങനെ അല്ല, സാധാരണ പോലെ ഉണ്ടാക്കുന്നത്. ഒക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ അത് നമുക്ക് ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അതിൽ പിന്നെ നമുക്ക് കടുക്, അതുപോലെ കറിവേപ്പില, പിന്നെ പച്ചമുളക് അതൊന്ന് താളിച്ച് അതിൽ ഇട്ട് ഇളക്കി, പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഉണ്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ട തോരനാണ്. അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയായിട്ടോ തോരനായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കാബേജ്. നമുക്ക് മഞ്ഞപ്പൊടി ലേശം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ വേവിച്ചെടുത്തു, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ റെഡി. ഇനി ഊണ് കഴിക്കലുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഊണ് കഴിക്കാൻ പോവാം. ഏതായാലും നമ്മൾ ഊണ് കഴിക്കായി. ഇനിയിപ്പോൾ നമുക്ക് മീൻ കറി കൊടുക്കാം. ഞങ്ങൾ വെച്ചാൽ നമുക്ക് ആ തൊലി കഴിക്കുന്ന സമയത്ത് ആ സ്രാവിൻ്റെ അത് അപ്പം കളഞ്ഞാൽ മതി. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കൽ. തൊലി കളഞ്ഞ് വേവിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ കഴിക്കുന്ന സമയത്ത് എളുപ്പമുണ്ട്, അത് തൊലി ശരിക്കും പൊളിഞ്ഞു പോരും. പിന്നെ പപ്പടം കാച്ചിയത്, കൊണ്ടാട്ടമുളക് വറുത്തത്, അങ്ങനെയാണ്. നമ്മളെ പച്ചസ്രാവ് കറി നോക്കാം. കറി നന്നായിട്ടുണ്ട്. പിന്നെ വറുത്താലും അതെ, വറുത്താൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.